അനുവിന്റെയും നിഖിലിന്റെയും ദാമ്പത്യം നീണ്ടത് വെറും 15 ദിവസം മാത്രം. ആയിരം സ്വപ്നങ്ങളുമായി പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ച ആ യുവമിഥുനങ്ങളുടെ ജീവൻ കാർ അപകടത്തിന്റെ രൂപത്തിൽ മരണം കവർന്നെടുക്കുകയായിരുന്നു. വിവാഹം കഴിഞ്ഞ് കാനഡയിലെ ജോലി സ്ഥലത്തേക്ക് പോകുന്നതിന് മുമ്പാണ് മധുവിധുവിനായി ഇരുവരും മലേഷ്യയിലേക്ക് പോയത്. മധുവിധു യാത്രയുടെ മധുര സ്മരണകളുമായി നാട്ടിൽ മടങ്ങിയെത്തിയ അവർ വിമാനത്താവളത്തിൽ നിന്ന് പ്രിയപ്പെട്ടവരോടൊപ്പം വീട്ടിലേക്ക് പോകുന്നതിനിടെയാണ് അപകടമുണ്ടായത്. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ പത്തനംതിട്ട കൂടൽ മുറിഞ്ഞകല്ലിൽ പുലർച്ചെ 4 മണിയോടെ ഉണ്ടായ വാഹനാപകടത്തിലാണ് മല്ലശ്ശേരി സ്വദേശികളായ അനുവും നിഖിലും മരിച്ചത്. കഴിഞ്ഞ നവംബർ 30-നായിരുന്നു ആഘോഷപൂർവ്വം ഇവരുടെ വിവാഹം നടന്നത്. വീടിന് കഷ്ടിച്ച് 7 കിലോമീറ്റർ അകലെ വെച്ചായിരുന്നു അപകടം. നിഖിലിന്റെ അച്ഛൻ മത്തായി ഈപ്പൻ, അനുവിന്റെ അച്ഛൻ ബിജു പി ജോർജ് എന്നിവരും അപകടത്തിൽ മരിച്ചു. ഇവർ സഞ്ചരിച്ചിരുന്ന മാരുതി സ്വിഫ്റ്റ് കാർ ആന്ധ്രക്കാരായ ശബരിമല തീർത്ഥാടകരുടെ ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. കാർ പൂർണ്ണമായും തകർന്നു. ഏറെ പണിപ്പെട്ട് കാർ വെട്ടിപ്പൊളിച്ചാണ് ഉള്ളിലുണ്ടായിരുന്നവരെ പുറത്തെടുത്തത്. ഉച്ചത്തിലുള്ള ശബ്ദം കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് ആദ്യം രക്ഷാപ്രവർത്തനം നടത്തിയത്. ബിജുവാണ് കാർ ഓടിച്ചിരുന്നത്. ഇയാൾ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നാണ് കരുതുന്നത്. വാഹനാപകടത്തിൽ ദമ്പതികൾ ഉൾപ്പെടെ ഒരു കുടുംബത്തിലെ 4 പേരാണ് മരിച്ചത്. കാറിലുണ്ടായിരുന്ന മല്ലശ്ശേരി സ്വദേശികളായ മത്തായി ഈപ്പൻ, അനു, നിഖിൽ, ബിജു പി ജോർജ് എന്നിവരാണ് മരിച്ചത്. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ പുലർച്ചെ 4 മണിയോടെയാണ് അപകടമുണ്ടായത്. അനുവിന്റെ പിതാവാണ് ബിജു. മത്തായി ഈപ്പൻ നിഖിലിന്റെ പിതാവാണ്. ഇവരിൽ അനു ഒഴികെ ബാക്കിയുള്ളവർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരുന്നു. അനുവിനെ നാട്ടുകാർ ഉടൻ കോന്നി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ആന്ധ്രയിൽ നിന്നുള്ള അയ്യപ്പ ഭക്തരാണ് ബസ്സിലുണ്ടായിരുന്നത്. കാർ ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. അപകടത്തിൽ മാരുതി സ്വിഫ്റ്റ് കാർ പൂർണ്ണമായും തകർന്നു. കാർ വെട്ടിപ്പൊളിച്ചാണ് ഉള്ളിലുള്ളവരെ പുറത്തെടുത്തത്. നാട്ടുകാരാണ് ആദ്യം രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. തുടർന്ന് പോലീസും ഫയർഫോഴ്സും എത്തിച്ചേർന്നു. ഈപ്പൻ മത്തായിയുടെയും ബിജുവിന്റെയും നിഖിലിന്റെയും മൃതദേഹങ്ങൾ കോന്നി താലൂക്ക് ആശുപത്രിയിലാണ്. അനുവിന്റെ മൃതദേഹം പത്തനംതിട്ട സ്വകാര്യ ആശുപത്രിയിലും. കൂടൽ പോലീസ് സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. കാനഡയിലാണ് നിഖിൽ ജോലി ചെയ്യുന്നത്. വിവാഹശേഷം ജോലി സ്ഥലത്തേക്ക് മടങ്ങാൻ തയ്യാറെടുക്കുകയായിരുന്നു നിഖിൽ. ബസ്സിലുണ്ടായിരുന്ന ഏതാനും തീർത്ഥാടകർക്ക് പരിക്കേറ്റുവെന്നാണ് വിവരം. പരിക്ക് ഗുരുതരമല്ല. സംസ്കാരം ഇന്നുണ്ടാകില്ല. വിദേശത്തുള്ള നിഖിലിന്റെ സഹോദരി എത്തിയതിനു ശേഷമാകും സംസ്കാരമെന്നും അറിയിച്ചിട്ടുണ്ട്. സ്ഥിരം അപകടമുണ്ടാകുന്ന സ്ഥലത്താണ് ഇന്നത്തെ അപകടം ഉണ്ടായതെന്നാണ് നാട്ടുകാർ പറയുന്നത്. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയുടെ നിർമ്മാണം പൂർത്തിയായിട്ട് 1 വർഷമായി. പുതിയ റോഡ് നിർമ്മിച്ച ശേഷം നിരവധി പേരാണ് അപകടത്തിൽ മരിച്ചത്. സ്പീഡ് ബ്രേക്ക് ഇല്ലാത്തതും അലൈൻമെന്റ് ശരിയല്ലാത്തതുമാണ് ഇതിന് കാരണമായി നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. മുറിഞ്ഞകല്ലിൽ ചെറിയ വളവും റോഡിന്റെ മിനുസവും കാരണം വാഹനങ്ങൾ തെന്നിമാറിയാണ് കൂടുതൽ അപകടങ്ങളും ഉണ്ടാവുന്നത്. 2 മാസം മുൻപ് അപകടത്തിൽ 2 തമിഴ്നാട് സ്വദേശികൾ മരിച്ചിരുന്നു. സ്ഥിരം അപകടങ്ങൾ ഉണ്ടായിട്ടും അധികൃതർ ഇക്കാര്യം കാര്യമായി പരിഗണിക്കുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു. റോഡിന് വീതി കുറവുണ്ടെന്നും ആവശ്യമായ സ്ഥലം ഏറ്റെടുത്തിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു. പുനലൂർ മൂവാറ്റുപുഴ റോഡ് നിർമ്മാണം പൂർത്തിയായ ശേഷം നിരന്തരം അപകടമുണ്ടാകുന്നതായി പഞ്ചായത്ത് പ്രസിഡന്റും പറഞ്ഞു. അധികൃതരുടെ ശ്രദ്ധയിൽ ഇക്കാര്യം കൊണ്ടുവന്നിരുന്നു. റോഡ് അപകടങ്ങൾ ഒഴിവാക്കാൻ മാർഗനിർദ്ദേശങ്ങൾ തേടി യോഗം വിളിക്കാനിരിക്കുകയായിരുന്നുവെന്ന് പ്രസിഡന്റ് പറഞ്ഞു. തെലങ്കാനയിൽ നിന്നുള്ള 19 ശബരിമല തീർത്ഥാടകരാണ് ബസ്സിലുണ്ടായിരുന്നത്. അനുവും നിഖിലും കാറിന് പിറകിലായിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.